പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ദൂരദർശനിൽ വന്നിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഈ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ പെരുമാറുന്നത് ബഞ്ച് ഓഫ് സ്കൂൾ ബോയ്സ് ഹു ഗോ ടു പ്ലേ എ ഗെയിം ഓഫ് ഫുട്ബോൾ. ഒരു എന്താ അതല്ലെങ്കിൽ വേറെ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരു റഡർലെസ് ഷിപ്പ്. ഒരു എന്താ പറയുന്നത്, ഡയറക്ഷനൊന്നും ഇല്ലാതെ എങ്ങോട്ടും നീങ്ങണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ കടലിൽ പെട്ടുപോയ ഒരു കപ്പലിനെയാണ് അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷം. ഇവരാദ്യം മറന്നുപോയ ഒരു വസ്തുതയുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാഷ്ട്രത്തലവനാണ്. ഒരു രാഷ്ട്രത്തലവന് എപ്പോൾ വേണമെങ്കിലും തൻ്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിന് അദ്ദേഹത്തിന് ഔദ്യോഗിക മാധ്യമം വച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒന്നാണ് ഈ ഔദ്യോഗിക മാധ്യമം എന്ന് പറയുന്നത്. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തോടുള്ള പ്രക്ഷേപണത്തിൽ അദ്ദേഹം തൻ്റെ പാർട്ടിയുടെ പേരോ അതല്ലെങ്കിൽ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ ഭരണഘടനാ ഭേദഗതി എന്തിനവതരിപ്പിച്ചു, എന്തായിരുന്നു ലക്ഷ്യം, അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യരും അതിനെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തതായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിലിരിക്കുമ്പോൾ അത് മറികടന്നതായിട്ടോ വിശേഷിപ്പിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബംഗാളിലും അതേപോലെ തമിഴ്നാട്ടിലുമാണ്. അദ്ദേഹം അഭിസംബോധന ചെയ്ത് ഈ രാഷ്ട്രത്തിലെ എല്ലാ വനിതകളെയും യുവതികളെയും അമ്മമാരെയാണ്. അത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ല. ഒരു കാലത്തും അത് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതിന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് ഒരു പുതിയ ടെക്നോളജി വികസിപ്പിച്ചെടുത്തു. ലോകത്തിലെ അപൂർവങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമുള്ള ആ ശേഷി ഇന്ത്യ സ്വായത്തമാക്കിയത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. അപ്പോഴും ഇവർ ഈ ബഹളം ഉണ്ടാക്കി, പ്രധാനമന്ത്രി മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് അത് ആരും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു. ഇതേ പ്രതിപക്ഷം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് വീണ്ടും പാർലമെൻറ്റിലും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, ജ്ഞാനേഷ് കുമാറിനെതിരെ. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് പ്രതിരോധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നുള്ള വിവരത്തെക്കുറിച്ച് അവർക്ക് അറിയാൻ പാടില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് തന്നെ വിവരക്കേടാണ് അദ്ദേഹം വെച്ച് കാച്ചുന്നത്. ലോക്സഭയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ 2-3 തവണ സ്പീക്കറോട് ചോദിക്കുന്ന കേട്ടു, ഓക്കേ എന്നൊക്കെ. ഇതൊക്കെ ലോകര് കണ്ടാൽ അയാളെ ആട്ടും. ആ രീതിയിലാണ് അയാളുടെ പെരുമാറ്റം ലോക്സഭയിൽ. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മൾ കോടതിയിൽ പോയി കേസ് വിചാരണ ചെയ്യുമ്പോഴും വക്കീലന്മാർ ഇപ്പോൾ അത് നമ്മുടെ കപിൽ സിബാലോ സിംഗ്വിയോ പ്രശാന്ത് ഭൂഷണോ ആയിക്കോട്ടെ, കോടതിയിൽ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ വേണം പെരുമാറാൻ. പാർലമെൻറ്റിൽ ഒരംഗത്തിന് പ്രസംഗിക്കുമ്പോൾ പാലിക്കേണ്ടതായ നടപടി ചട്ടങ്ങളുണ്ട്. കാര്യം മസിൽമാനെ കാണിക്കാൻ വേണ്ടിയിട്ട്, 6 പാക്ക് ബോഡി കാണിക്കാൻ വേണ്ടി അയാൾ ടീഷർട്ടും ജീൻസും ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അത് എന്തെങ്കിലും ആയിട്ട് അയാൾ നേരെയാവില്ല എന്നുള്ളത് എൻ്റെ ഒരു തെളിവാണ്. പക്ഷേ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴെങ്കിലും സ്പീക്കറോടാണ് സംസാരിക്കുന്നത്. കുറച്ച് മര്യാദ കാണിക്കണതുകൊണ്ട് അയാളുടെ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ വില ഇടിയാനൊന്നും പോകണമെന്നില്ല. അപ്പോൾ ഇവർ എപ്പോഴാണ് ഒബ്ജക്റ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് അനുകൂലിക്കേണ്ടത്, എന്തിനെയാണ് ഒപ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇവർക്ക് സാമാന്യം കുറച്ച് വിവരം വേണം. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ പ്രിയന്? ഇവർക്ക് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പെരുമാറാൻ അറിയില്ല. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാക്കൾ BJP-യിൽ നിന്നായിപ്പോയതിൽ എനിക്ക് ഒരതിശയവും തോന്നുന്നില്ല. കാരണം അവർ സംഗതി വിവരങ്ങൾ മുഴുവൻ പഠിച്ച് അത് ഗഹനമായ പഠനം നടത്തിയിട്ടാണ് അവർ വിഷയം അവതരിപ്പിക്കുന്നത്.
വാക്കുകൾ പരിമിതമായ വാക്കുകളിലൂടെ അവരെത്രയോ കാര്യങ്ങളാണ് പറഞ്ഞ് രാഷ്ട്രത്തോട് പറഞ്ഞ് മനസ്സിലാക്കുന്നറിയാമോ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവർ മറന്നു പോകണം. ഇവർ ടെലിവിഷനിൽ ഇത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഡിസൈനർ ഷർട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരും, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും. ഇവരുടെ പക്ഷേ ഇവർ സംസാരിക്കുന്നത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ഇവർ കാണിക്കൂട്ടുന്ന വൃത്തികേടുകളും ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകുന്നു. സാർ അത് മാത്രമല്ല, ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനത്തെ എല്ലാ കാലത്തും അട്ടിമറിക്കാനായിട്ട് ഈ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ട്. അതായത് നോക്കൂ, വടക്കുകിഴക്കൻ സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞിട്ട് രാജ്യത്തെ മൊത്തം പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത്, ഭരണം നടക്കാത്ത അവസ്ഥയിലേക്ക്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ എന്ത് ചെയ്തത്, 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. അപ്പോൾ അതിനെ എതിർത്തു. അതായത് നിരന്തരമായി ഇലക്ഷൻ നടക്കാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ദിവസവും ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ലോക്കൽ ബോഡിയിലായിരിക്കും, ചിലപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ബൈ ഇലക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ ആയിരിക്കും. ഇങ്ങനെ ഇലക്ഷൻ എല്ലാ വർഷവും ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുകയാണ്. അപ്പോൾ വികസനം നടക്കില്ല, ഒരു ഭരണ പ്രവർത്തനവും നടക്കാതാവും. ശരിയായ വാദമല്ലല്ലോ. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നിലവിൽ വരുന്നത്, എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വിശദ വിവരങ്ങൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആയിട്ടുള്ള ഭരണഘടനയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരതൊന്നും വായിക്കില്ല. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അന്ന് ഇവർ അത് അവർക്ക് എന്തു ആവാം. അവർ ഭരിച്ചിരുന്ന സമയത്ത് അവരെന്തൊക്കെ വൃത്തികേടാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അതൊന്നും അവർ പറയില്ല. ഇവർ എവിടെ നൈജീരിയയിൽ ഭൂകമ്പം ഉണ്ടായി, നരേന്ദ്രമോദി കാരനാണ്. മറ്റേ ഇവിടെ അങ്കോളയിൽ ഇതുണ്ടായി, എന്താ പറയണ, വെള്ളപ്പൊക്കം ഉണ്ടായി, ഒക്കെ നരേന്ദ്രമോദിയുടെ കുറ്റമാണ്. ആ രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് മുഴുവനും. ഇപ്പം പോപ്പ് എന്താ പറയണ എന്തോ പറഞ്ഞു, ഭരണ ഏകാധിപതികളെ ഒന്നും എനിക്കിഷ്ടമല്ലാന്ന്. അത് നരേന്ദ്രമോദിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പറയുന്നത്. അയാളെവിടെ, നരേന്ദ്രമോദി എവിടെ, അവർ നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് കൂടി എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ ധാരണ, ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ബിഷപ്പുമാരും പിന്നെ കർദിനാൾമാരും പറഞ്ഞുകൊണ്ടുള്ള പോപ്പ് ദൈവമായിട്ട് ദിവസവും രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് അയാൾ സംസാരിക്കും, എന്നിട്ടാണ് അയാൾ നമ്മളോട് സംസാരിക്കണേന്നാണ് ഈ കുഞ്ഞാടുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇവർക്ക് എങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളത് അവർക്കറിയാൻ പാടില്ല. ഗവൺമെൻറ്റിന് ഇത് നന്നായിട്ട് അറിയായിരുന്നു. ഈ പറഞ്ഞ ഭരണഘടനാ ഭേദഗതി ബിൽ തോൽക്കും, അതിനുള്ള ഭൂരിപക്ഷം ഇല്ല എന്ന് ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു. എന്നിട്ടും ഗവൺമെൻറ് ചെയ്തത് ഇവരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവർ പറയണു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. അതായത് 33% സീറ്റ് വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്തതും ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 30 ആക്കിയതും തമിഴ്നാട്ടിലെ 39 എന്നുള്ളത് 59 ആക്കിയതും ഒക്കെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയതാണെന്നാണ് അവർ പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ചുമതല പ്രതിപക്ഷം മറന്നു പോകണം, പ്രതിപക്ഷം ചെയ്യേണ്ടതായ ജോലികൾ പ്രതിപക്ഷം മറന്നു പോകണം. അതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. എന്നിട്ട് ഇതേ പ്രതിപക്ഷം തന്നെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പറയാവുന്നത് ജ്ഞാനേഷ് കുമാർ. അദ്ദേഹം കേരളത്തിലുള്ള IAS കാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് കേരള മുഖ്യമന്ത്രി വരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം ആരാണ് ജ്ഞാനേഷ് കുമാർ എന്നുള്ളത്. സത്യസന്ധനായ, ഭരണഘടനയോട് കൂറുള്ള, അതല്ലെങ്കിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ബ്യൂറോക്രാറ്റാണ് ജ്ഞാനേഷ് കുമാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് ഇവർ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം BJPയുടെ ആളാണ്. ഞങ്ങൾക്ക് പിന്നെ നവീൻ ചൗള കോൺഗ്രസിന്റെ വീട്ടുജോലിക്കാരനായിരുന്നു എന്നാ പറയണത്, ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അതുകൂടാണ്ട് വേറെ എത്രയോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇവർ ആ പദവി കഴിഞ്ഞ ഉടനെ തന്നെ രാജ്യസഭാ മെമ്പർ ആക്കിയിരിക്കുന്നു, കേന്ദ്രമന്ത്രിമാരാക്കിയിരിക്കുന്നു. ഒരു MS ഗിൽ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഒഴിഞ്ഞ ഉടനെ തന്നെ അയാളെ രാജ്യസഭയിലേക്ക് എടുക്കുകയും കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്തു. അതിനൊന്നും ഇവർക്ക് കുറ്റമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകത കാണിക്കാതെ
കർശനമായി ഒരു ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇവർ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോട് കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ്സിലെ ഒരു പാർലമെൻറ്റ് മെമ്പർ ഡെറിക് ഒബ്രിയൻ അയാൾ സംസാരിച്ച രീതി ബംഗാളിലെ ഒരു സർക്കാർ ഓഫീസിൻ്റെ പ്യൂണിൻ്റെ അടുത്ത് എന്താ പറയുക, ആ ഓഫീസിലെ ബോസ് സംസാരിക്കുന്നതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടത് നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ്. ഭരണഘടന അനുസരിച്ച്, സർവീസ് റൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമുക്ക് വേണ്ടത്. ഇതിന് സമാന്തരമായിട്ട് സംഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, മുൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി, ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, ഒരു മലയാളി, വാപ്പാല പങ്കുണ്ണി മേനോൻ, VP മേനോൻ, കേട്ടിട്ടില്ലേ? VP മേനോൻ കേരളത്തിൽ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ച അദ്ദേഹം കൊടുത്ത മറുപടിയായിരുന്നു. ഞാൻ സമയം പരിമിതി കാരണം അത് പിന്നെ ഒരിക്കലും നമുക്ക് സംസാരിക്കാവുന്നത്.